Hi friends, welcome to Pre-Success Codes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് VEO എക്സാം അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ ഇംഗ്ലീഷ് സെക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I know the girl dash has topped the exam. I know the girl dash has topped the exam. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വാട്ട്, ഹൂസ്, വിച്ച്, ഹൂ. ഇത് നാലുമാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇത് ഏതൊരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്? നമുക്കറിയാം ഇത് റിലേറ്റീവ് പ്രോനൗൺ എന്നുള്ളൊരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് റിലേറ്റീവ് പ്രോനൗൺസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ യൂസേജും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് റിലേറ്റീവ് പ്രോനൗൺസ്? ഇവിടെ 4 തന്നിട്ടുണ്ട്. ഈ 4 റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. അതുകൂടാതെ തന്നെ ദാറ്റ് വരുന്നുണ്ട്, ദെൻ വേർ വരുന്നുണ്ട്, ഹൂം, ഇതൊക്കെ റിലേറ്റീവ് പ്രോനൗൺസിൽ വരുന്നതാണ്. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഐ നോ ദ ഗേൾ ഡാഷ് ഹാസ് ടോപ്ഡ് ദി എക്സാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 2 ഓപ്ഷൻസ്, ഫസ്റ്റ് ഓപ്ഷനും അതുപോലെ തന്നെ തേർഡ് ഓപ്ഷനും നോക്കുക. എന്താണ്? വാട്ടും വിച്ചുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ വാട്ടും വിച്ചും എപ്പോഴാണ് റിലേറ്റീവ് പ്രോനൗണായിട്ട് യൂസ് ചെയ്യുക? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണിക്കാൻ, എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണിക്കുമ്പോഴാണ് വാട്ട്, വിച്ച്, ദാറ്റ് അങ്ങനെയുള്ള റിലേറ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഗേളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ വാട്ടും വരില്ല, വിച്ചും വരില്ല. ക്ലിയർ ആയല്ലോ? ഇനി ബാക്കിയുള്ളത് ഹൂസും അതുപോലെ തന്നെ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോനൗണാണ്. ഹൂസ് എപ്പോഴും ഉപയോഗിക്കുക? ആരുടെ, ആ ഒരു മീനിങ്ങിലാണ് ഹൂസ് ഉപയോഗിക്കുക. മൈ ഫ്രണ്ട്, whose husband works in US has come to see me അല്ലെങ്കിൽ has came to see me. എന്താണ്? എൻ്റെ ഫ്രണ്ട്, അവളുടെ ഹസ്ബൻഡാണ് US വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ, ആ ഒരു മീനിങ്ങിൽ വരുമ്പോഴാണ് ഹൂസ് ഉപയോഗിക്കുക. ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പോൾ ഹൂ വരുമ്പോഴുള്ള റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂവിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് എന്തായിരിക്കും? വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ഹൂ ഹാസ് ടോപ്ഡ് ദി എക്സാം. എന്താണ്? വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഹൂ ആണ്. ഐ നോ ദ ഗേൾ ഹൂ ഹാസ് ടോപ്ഡ് ദി എക്സാം. ഹൂസ് എപ്പോഴാണ് വരുന്നത്? ആരുടെ, ആ ഒരു മീനിങ്ങിൽ വരുമ്പോഴാണ് ഹൂസ് വരുന്നത്. അതുപോലെ തന്നെ വാട്ടും വിച്ചും വരുന്നത് വസ്തുക്കളെ പറയുമ്പോഴാണ് വാട്ടും വിച്ചും ദാറ്റും വരുന്നത്. ഇനി വേറെ എപ്പോഴാണ് വരുന്നത്? വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റി പറയുമ്പോഴാണ് വേറെ വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നൺ ഓഫ് us knew the way. നൺ ഓഫ് us knew the way. എന്താണ്? ഞങ്ങൾക്ക് ആർക്കും തന്നെ വഴി അറിയില്ല. അതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് നോക്കുക. ഈ തന്നിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എന്തുകൊണ്ടാണ്? നൺ എന്നുള്ള നെഗറ്റീവ് മീനിങ് ഉള്ളൊരു വാക്ക് ആ ഒരു സെൻറ്റൻസിലുണ്ട്. സോ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ടാഗ് ആയിരിക്കും നെഗറ്റീവ് സെൻറ്റൻസിന് ഉണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആയിരിക്കും നമ്മളുടെ ആൻസറിൽ വരിക. ഇവിടെ 2 നെഗറ്റീവ് ടാഗുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ടും നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. ഡോണ്ട് ബി, ഡിഡിൻ ബി, ഇത് രണ്ടും നെഗറ്റീവ് ടാഗ്സ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയത് കാരണം ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. സോ ഓപ്ഷനിൽ 2 നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓക്സിലറി വേർബാണ്. ഇവിടെ ഏതെങ്കിലും ഓക്സിലറി വേർബ് ഉണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ അതിന് പകരം ഒരു മെയിൻ വേർബ് ഉണ്ട്, ന്യൂ. ന്യൂവിനെ നമ്മൾ ഓക്സിലറി വേർബായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ഡിഡ് പ്ലസ് നോ ആണ് ന്യൂ എന്ന് പറയുന്നത്. സോ ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബ് നമുക്ക് കിട്ടി. ദെൻ
ഡിഡ് വന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണുള്ളത്? ഡിഡ് വി ആണ്. ഇവിടെ അസ് എന്നുള്ളൊരു സബ്ജക്റ്റും കൂടിയുണ്ട്. സോ എന്തായാലും പ്രൊനൗൺ ആയിട്ട് വരുന്നത് വി ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഡിഡ് വി എന്നുള്ളതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂൾസ് അറിഞ്ഞിരിക്കണം. ആദ്യമേ നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആയിരിക്കും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആയിരിക്കും. ദെൻ അതിനുശേഷം ഓക്സിലറി വേർബ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിലറി വേർബ് കണ്ടുപിടിക്കുക. ദെൻ പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രോനൗണും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹി എയ്റ്റ് ആൻ ഓറഞ്ച്. ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് ആൻ ഓറഞ്ച്. നമുക്ക് ആദ്യമേ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഹി എയ്റ്റ് ആൻ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സെൻറ്റൻസിൽ നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തണം. അതായത് ആൻ ഓറഞ്ച് ആ ഒരു ഫ്രേസ് വെച്ചിട്ട് വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ശരിക്കും എന്താ ഇത്? ആക്റ്റീവ് ടു പാസീവ് വോയിസ് കൺവേർഷനാണ്. പാസീവിലല്ല നമ്മൾ അങ്ങനെ ചെയ്യുക. എന്താണ്? ഒബ്ജക്റ്റിനെ ആദ്യം വെച്ചിട്ട് തന്നെ അതിനുശേഷം സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് പാസീവ് വോയിസിലാണ്. സോ ഹി എയ്റ്റ് ആൻ ഓറഞ്ച് എന്ത് ടെൻസാണിത്? ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, രാമ കിൽഡ് രാവണ. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇതിനെ പാസീവ് വോയിസിൽ നമ്മൾ എങ്ങനെ മാറ്റും? ഇവിടെ രാമ എന്നുള്ളത് സബ്ജക്റ്റാണ്, കിൽഡ് എന്നുള്ളത് വേർബാണ്, രാവണ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ആദ്യമേ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. രാവണ. രാവണ കിൽഡ് രാമ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങേ മാറിപ്പോയി. എന്ത് എഴുതാൻ പറ്റുക? രാമൻ രാവണനെ കൊന്നു, അല്ലെങ്കിൽ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ വേണം നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? രാവണ വാസ് കിൽഡ് ബൈ രാമ. അല്ലേ? സെൻറ്റൻസിന് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, ടെൻസിനും വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. വാസ് എന്നുള്ള ഒരു പാസ്റ്റ് വേർബും അതുപോലെ തന്നെ ബൈ എന്നുള്ള ഒരു പ്രിപ്പോസിഷനും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഹി എയ്റ്റ് ആൻ ഓറഞ്ച്, അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആൻ ഓറഞ്ച് വാസ് ഈറ്റൻ ബൈ ഹിം. കറക്റ്റ് പ്രോനൗൺ കൊടുക്കുക. ഹി എന്നുള്ളൊരു നൗണിലാണ് നമ്മൾ ആദ്യമേ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ദെൻ സെൻറ്റൻസിൻ്റെ അവസാനം വരുമ്പോൾ അതെന്താവും? പ്രോപ്പറായിട്ടുള്ളൊരു പ്രോനൗൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ബിഗിൻ വിത്ത് ആൻ ഓറഞ്ച്, ആ ഒരു ഓറഞ്ച് എന്നുള്ളൊരു ഫ്രേസിൽ നമ്മൾ സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ ആൻ ഓറഞ്ച് വാസ് ഈറ്റൺ ബൈ ഹിം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയ്റ്റ് എന്നുള്ളത് എന്താണ്? V2 ഫോം ആണ്. V1 അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോം ഈറ്റ്, V2 ഫോം. പാസ്റ്റ് ഫോം ആണ് എയ്റ്റ്. ദെൻ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എന്ത്? ഈറ്റൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വേർബിൻ്റെ തേർഡ് ഫോം ആണ് എടുക്കുക. ഈറ്റിംഗ് അല്ല, എയ്റ്റ് അല്ല, ഹാഡ് ഈറ്റൺ അല്ല. ആൻ ഓറഞ്ച് വാസ് ഈറ്റൺ ബൈ ഹിം. ക്ലിയർ ആയല്ലോ? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും VU എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.